ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളാണ്. റിഫൈൻഡ് ഫ്ലോർ അഥവാ മൈദ കൊണ്ടുള്ള ദോശയാണ്. ആക്ച്വലി മൈദ റെക്കമെൻഡബിൾ അല്ലെങ്കിലും ഈ ദോശ മൈദ കൊണ്ടുണ്ടാക്കിയാലാണ് കൂടുതൽ ടേസ്റ്റി. അതുകൊണ്ടാണ് ഞാൻ മൈദ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഗ്ലാസ് മൈദ, ഒരു മീഡിയം സൈസ് പച്ചമുളക് തിന്നായിട്ടും റൗണ്ടായിട്ടും അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കടുക്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം ദോശയ്ക്കുള്ളത്. അപ്പോൾ നമുക്ക് മാവ് പാത്രത്തിലോട്ട് കുറേശ്ശെയായിട്ട് ഇടാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നോക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. അങ്ങനെ നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിലേക്ക് നമുക്ക് വേണ്ട ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു 30 മിനിറ്റ്സ് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആയിക്കഴിഞ്ഞു. നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ചീനച്ചട്ടി എടുത്തു. അതിലേക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇതൊരു കിണ്ണത്തിലോട്ട് മാറ്റാം. പച്ചമുളകൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇത് കിണ്ണത്തിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇതിലോട്ട് കടുകിടാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ കടുക് നമുക്ക് മാവിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ കടുക് മാവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സായി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും നേരത്തെ മൂപ്പിച്ച് വച്ചിരുന്നത് ചേർക്കാം. വീണ്ടും ഒരു 15 മിനിറ്റ് മതി. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ബാറ്റർ നോക്കാം. കുറച്ച് തിക്കാണ് ബാറ്റർ. നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തു. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമുക്കിനി ദോശ ചുട്ടെടുക്കാം. ഞാനിവിടെ അയൺ തവയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കൂടുതലും അയൺ തവയാണ് ഉപയോഗിക്കുക. കാരണം ടേസ്റ്റ് നന്നായിരിക്കും നോൺ സ്റ്റിക്ക് തവയേക്കാൾ.
നമുക്ക് നോക്കാം ദോശ വെന്തോ എന്ന്. ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. ബാറ്റർ ഒന്നും വിസിബിൾ അല്ല. ഇതിൻ്റെ അർത്ഥം ഇത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു എന്നാണ്. ഇനി നമുക്കിത് മറിച്ചിടാം. ദോശ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നോക്കൂ എത്ര കളർഫുൾ ആണെന്ന് നോക്കൂ. പച്ചമുളക്, കറിവേപ്പില, കടുക്. ഓക്കെ, അങ്ങനെ നമ്മുടെ ദോശ റെഡിയായി കഴിഞ്ഞു. ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കി. ഞാൻ ഇനി ഇത് ചട്നി ഉപയോഗിച്ചാണ് കഴിക്കാൻ പോകുന്നത്. ഇത് പച്ചമുളക്, തേങ്ങ, കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത നേരത്തെ തയ്യാറാക്കി വെച്ച ചമ്മന്തിയാണ്. ഇതിൻ്റെ ഈ ദോശയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചട്നിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കറി വേണമെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം മൈദ കൊണ്ടുണ്ടാക്കിയതാണ്. അഥവാ ബൈ ചാൻസ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ പച്ചമുളക് റിമൂവ് ചെയ്യാൻ മറക്കരുത് കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് മറ്റൊരു ദിവസം. ബൈ.